Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Let's start today's class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. In the last class, we discussed about work and energy, work energy principle, etc. Right? Potential energy, kinetic energy, everything we covered. Right? Next, we are going to the next heading, work, energy, and power. So, let's discuss about power. Power. Power means work done in unit time. In simple equations, power means work done in unit time. അപ്പോൾ ഈ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് ചെയ്യാൻ ഇത്ര സമയത്തിനുള്ളിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടുന്ന കാര്യമാണ് പവർ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനെയാണ് പവർ എന്ന് പറയുന്നത്. നമ്മൾ പവർ എന്ന് പറയുന്നതിന് പല യൂണിറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ജൂള്, ഇത് സെക്കൻഡ്. 1 ജൂൾ പെർ സെക്കൻഡാണ്. ഈ ജൂൾ പെർ സെക്കൻഡിനെ നമുക്ക് വേറൊരു പേരും വിളിക്കാം, വാട്ട്. വാട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ ദ സെക്ഷൻ പവർ യു ഹാവ് എ ടേബിൾ. ആ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. There are 3 water pumps, A, B and C. The water that can be contained in each of the pump is given as 1000 liter capacity. 1000 liter അല്ലെങ്കിൽ 1000 kilogram കപ്പാസിറ്റി ഉള്ള ഒരു പമ്പാണ്. എയും ബിയും സിയും 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പമ്പ്സ് ആണ്. ഹൈറ്റ് ഫ്രം ദ വാട്ടർ ലെവൽ ഇൻ വെൽ. അപ്പോൾ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ഹൈറ്റ് തന്നിട്ടുണ്ട്. വാട്ടർ ലെവലിൻ്റെ 15 മീറ്ററിൻ്റെ ഹൈറ്റിലാണ് ആ വാട്ടർ ലെവൽ ഇരിക്കുന്നത്. 15 മീറ്റർ ഹൈറ്റ്. ടൈം ടേക്കൻ ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ്. അപ്പോൾ നമുക്ക് ഓരോ ടാങ്കും ഫില്ല് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈമാണ് എടുക്കുന്നത്. ആദ്യത്തെ ടാങ്ക് ഫില്ല് ചെയ്യാൻ 100 സെക്കൻഡ്, രണ്ടാമത്തെ ടാങ്ക് ഫില്ല് ചെയ്യാൻ 200 സെക്കൻഡ്, മൂന്നാമത്തെ ടാങ്ക് ഫില്ല് ചെയ്യാൻ 400 സെക്കൻഡ്സ്. 1000 ലിറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് 100 സെക്കൻഡ്സിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടാങ്ക് 200 സെക്കൻഡ്സിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ടാങ്ക് 300 സെക്കൻഡ്സിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതെല്ലാത്തിനും എന്താണ്? 15 മീറ്ററാണ് ഹൈറ്റ്. 15 മീറ്റർ ഹൈറ്റാണ് എല്ലാത്തിനും ഉള്ളത്. ഓക്കെ, അപ്പം 3 ടാങ്ക്സിനും ഡിഫറെൻറ്റ് ടൈംസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ. ഈ കേസിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ M × G × H. M എത്രയാണ്? 1000. G എത്രയാണ്? 10. H എത്രയാണ്? 15. അപ്പോൾ 15ൻ്റെ കൂടെ ഒരു 4 സീറോസും കൂടെ വരും. 15 കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 സീറോസ് വരും. ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് തന്നെയല്ലേ ബിയുടെയും സിയുടെയും വർക്ക് ഡൺ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1000 × 15 × 10. ഇവിടെയും 1000 × 15 × 10. MGH അല്ലേ? MGH. വീണ്ടും 1000 × 15 × 10 MGH. അപ്പോൾ വർക്ക് ഡൺ ഈസ് ദ സെയിം ഇൻ both all of the 3 cases. Work done is the same in all of the 3 cases. ഇനി work done കഴിഞ്ഞു, ഞാൻ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ പവർ ഓഫ് ടാങ്ക് എ, ടാങ്ക് ബി ആൻഡ് ടാങ്ക് സി? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതിനായിരിക്കും കൂടുതൽ പവർ? ഇത് 100 സെക്കൻഡിൽ ഫില്ല് ചെയ്യുന്നു,
ഇത് 200 സെക്കൻഡ്സ് എടുക്കും ഫില്ല് ചെയ്യാൻ, ഇത് 300 സെക്കൻഡ്സ് എടുക്കും ഫില്ല് ചെയ്യാൻ. അപ്പോൾ സമയം ഏറ്റവും കുറവ് ഏതിനാണോ അത്രയും കൂടുതൽ പവർ ആ ടാങ്കിനുണ്ടെന്നാണ് എൻ്റെ മീനിങ്, ആ മോട്ടറിനുണ്ടെന്നാണ് എൻ്റെ മീനിങ്. അപ്പം ആ പമ്പിന് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫില്ല് ചെയ്യുന്ന പമ്പ് ഹയസ്റ്റ് പവർ ആയിരിക്കും. എത്ര പവർ ആയിരിക്കും നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വർക്ക് ഡൺ ബൈ ദ പമ്പ് എ ഈസ് 150,000 by 100. So 1500 watts. Power of pump A 1500 watts. Power of B, pump B 100 watts അല്ല 750 watts. 200 സെക്കൻഡ് അല്ലേ. അപ്പം വർക്ക് ഡൺ 150,000 ഡിവൈഡഡ് ബൈ 200, അപ്പം 750 കിട്ടും. അപ്പം ബി 750, സി ആണെങ്കിൽ ദിസ് ഡിവൈഡഡ് ബൈ 5 375 ആണ് സി. ടൈം ഓക്കെ, ഈ ടൈം വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇത് ഫസ്റ്റ്ലി ആദ്യം 100 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 1500, 200 വെച്ച് ഡിവൈഡ് ചെയ്തപ്പം 750, 300 വെച്ച് ഡിവൈഡ് ചെയ്തപ്പം 5 അല്ലേ, 500 അല്ല 500. അങ്ങനെ കുറഞ്ഞു വന്നു അല്ലേ, കുറഞ്ഞു വന്നു. 1500, 750, 500 അങ്ങനെ പവർ കുറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് വി നോ ദാറ്റ് പവർ ഫോർ മിനിമം amount of time will be maximum. Power for maximum amount of time will be minimum. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പമ്പ്സ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇൻ ഹൗ മച്ച് ടൈം ഡസ് ദ ടാങ്ക് ഫിൽ അപ്പ്? നമ്മുടെ വീട്ടിലുള്ള മോട്ടർ പമ്പൊക്കെ HP-യിലാണ് പറയുന്നത്, ഹോഴ്സ് പവറിലാണ്. ഒന്നുകിൽ ഹാഫ് HP ആയിരിക്കും, അല്ലെങ്കിൽ 1 HP ആയിരിക്കും. ഹാഫ് HP എന്ന് പറഞ്ഞാൽ പവർ കുറവാണ്, കുറച്ച് സമയം അധികം എടുക്കും വെള്ളം ഫില്ല് ചെയ്യാൻ. 1 HP എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ പവർ കാണും, സോ പെട്ടെന്ന് തന്നെ ടാങ്ക് ഫില്ല് ചെയ്യും. ഓക്കെ, പവർ കൂടുതലുണ്ടാവും. ഓക്കെ, സോ HP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി പഠിക്കാം. 1 HP എന്ന് പറയുന്നത് 1 ഹോഴ്സ് പവർ എന്നാണ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുതിരകളുണ്ടല്ലോ, ഹോഴ്സ്, അതാണ്. ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എന്തെന്നറിയാം? പണ്ടൊക്കെ ഈ ഹോഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു, പുള്ളും പുഷും ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. One horsepower is equal to 746 watt. ഈ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ലാംഗ്വേജിൽ 746 വാട്ടിനെയാണ് പറയുന്നത്. ഈ 1 ഹോഴ്സ് പവർ പോലെ ഈ 1 കിലോ, ഇപ്പോൾ വാട്ട് എന്ന് പറഞ്ഞു, ഇപ്പോൾ 1 കിലോ വാട്ട് എത്രയാണ്? 1000 വാട്ട്. അത് നമുക്കറിയാമല്ലോ. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്, നമുക്കറിയാം. സോ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ പണ്ട് ഏർലി ഡേയ്സിലൊക്കെ ഹോഴ്സസ് ഒക്കെ വെർ യൂസ്ഡ് ഫോർ പുള്ളിങ് അല്ലേ, പുള്ളിങ് കാർട്സ് അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വന്നത്. 1 ഹോഴ്സ് പവർ 746 വാട്ടാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അതേപോലെ പവറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് പവർ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ മാൻ ക്ലൈംസ്, ഒരു 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു മാൻ climbs up a mountain of height 30 meter in 5 minutes. What is his power? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ടൈം ആണോ? ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? mgh. മാസ് എത്രയാ? 70. g എത്രയാ? 10. h എത്രയാണ്? 30. ഹൈറ്റ് 30 മീറ്റർ അല്ലേ, അപ്പോൾ h 30. അപ്പം വർക്ക് ഡൺ 21,000 ജൂൾ എന്ന് കിട്ടും. ഇനി പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആണ്. അപ്പോൾ 21,000-നെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണം. ടൈം എത്രയാണ്? 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 300 സെക്കൻഡ്. 5-നെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 300 സെക്കൻഡാണ്. അപ്പോൾ 21,000 ഡിവൈഡഡ് ബൈ 300, അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 70 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ദ പവർ ഫോർ ദ മാൻ ക്ലൈംബിംഗ് 30 മീറ്റർ ഇൻ 5 മിനിറ്റ് ഈസ് 70 watt. 70 watt.
ഇതേപോലെ തന്നെയാണ് ഇഫ് എ മാൻ ഓഫ് 50 കിലോഗ്രാം ടേക്ക് 60 സെക്കൻഡ് ടു ക്ലൈംബ് 20 സ്റ്റെപ്സ് ഈച്ച് ഓഫ് 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് കാൽക്കുലേറ്റ് ഹിസ് പവർ. ഇതും സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ഓരോ സ്റ്റെപ്പിനും എന്തുണ്ട്, 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അല്ലേ. എത്ര അങ്ങനത്തെ സ്റ്റെപ്പുണ്ട്, 20 സ്റ്റെപ്പുണ്ട്. ഒരു സ്റ്റെപ്പിന് 15 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 15 മീറ്റർ ഹൈറ്റിന് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, ഒരു 300 സെൻറ്റിമീറ്റർ കിട്ടും. 300 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ, 3 മീറ്ററാണ്. അപ്പോൾ 3 മീറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഹൈറ്റ്. MGHന് പകരം M എന്ന് പറഞ്ഞാൽ എത്ര, 50 കിലോഗ്രാം, G എന്ന് പറഞ്ഞാൽ 10, H എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. അപ്പോൾ 50 × 10 × 3 ചെയ്യുമ്പോൾ MGH കിട്ടും. ടൈം എത്രയാണ്, 60 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 25 വാട്ട് എന്ന് കിട്ടും കേട്ടോ. അപ്പം ദാറ്റ് ഈസ് എ ഷോർട്ട് ലെസൺ അബൌട്ട് പവർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പവറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, ഇല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓൾസോ വി ഹാവ് 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്സ്. ഇനി ഓരോ ഹോഴ്സ് പവറിന് നമ്മൾ ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ ഹോഴ്സ് പവർ ഉപയോഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഹോഴ്സ് പവറിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. ബിക്കോസ് 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. അത് വെച്ചിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സോ ഇനി ടെക്സ്റ്റ് ബുക്ക് എക്സസൈസസ് ഒക്കെയാണ് ഉള്ളത്, അത് നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ലെറ്റ് മീ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.